നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാഡം കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ കടം മുഴുവൻ 2 മാസത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമെന്ന വിശ്വാസമുണ്ട്. എന്നാ നിങ്ങൾ സംസാരിക്ക, ഞാൻ ചായ എടുക്കാം. അയ്യോ ഒന്നും വേണ്ട, ഓഫീസിൽ ഇത്തിരി തിരക്കുണ്ട്, പെട്ടെന്ന് തിരികെ ചെല്ലണം. സാറിന് കാലിന് സുഖമില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പണവുമായി ഇങ്ങോട്ട് വന്നത്. കാലിനിപ്പോ എങ്ങനെയുണ്ട് സർ? കുഴപ്പമില്ല, ചെറിയൊരു പെയിൻ ഉണ്ട്, അത്രേ ഉള്ളൂ. സാറിന് എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി പാർവതി, ഈ ക്യാഷ് നിന്റെ മുറി കൊണ്ടുവയ്ക്ക്. എന്റെ മുറിയിലോ? ഇത് സാറിന്റെ മുറി വെച്ചാ പോരെ? അതെന്താ, ഇത് തന്റെ മുറിയിൽ വെച്ചാൽ ഇരിക്കില്ലേ? അയ്യോ, ഇത് തന്റെ മുറിയിൽ വെച്ചാൽ മതി. ഇതുകൊണ്ട് വെച്ചേ. പ്രതാപ, ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. ചേച്ചി പറ. ചേച്ചി, കിട്ടിയോ? കിട്ടി. പാർവതി സൂക്ഷിച്ച് അലമാരി വെച്ചിരുന്ന പണമാണ് ഇപ്പൊ എന്റെ കയ്യിരിക്കുന്നത്. പിടിക്ക്. എന്നെ കൊല്ലാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ അതിനു മുൻപ് നിങ്ങളെ ഞാൻ കൊല്ലും. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കും. ശേഖരമേനോനെ, ഇനി പേടിക്കേണ്ടത് നിങ്ങളാ. ചാകാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്നു.
പ്രഭാവതി, ഇനിയും നിന്നെ ഇങ്ങനെ ഇവിടുത്തെ മഹാറാണിയായി സുഖിച്ചു വാഴാൻ ഞാൻ അനുവദിക്കില്ല. ഗായത്രി മാഡത്തെയും എന്നെയും ഗോപി സാറിനെയും ഈ കുടുംബത്തിനെയും ചതിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നോടുള്ള പക എനിക്ക് തീർക്കണം. ഇന്ന് നിന്റെ അവസാനമാ. ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഈ വേഷത്തിൽ അവളെ കൊല്ലാൻ ചെന്ന ശരിയാവില്ല. അത് സംശയത്തിനിടയാകും. ഈ താടിയും മുടിയും ഒക്കെ മാറ്റാം. പ്രഭാവതി, ഇത് നിന്റെ മുറിയുടെ താക്കോല. ഇങ്ങനെ ഒരു കള്ളത്താക്കോൽ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയെന്നറിയോ. എന്തായാലും എത്ര റിസ്ക് എടുത്തിട്ടായാലും ഇന്ന് ഞാൻ എൻ്റെ ലക്ഷ്യം നിറവേറ്റും. ഇന്ന് നിന്റെ ശവം ഇവിടെ വീഴും. പാർവതിയുടെ സ്നേഹം തിരിച്ചറിയാതെ ഒരു വർഷക്കാലത്തോളം അവൾ അകറ്റി നിർത്തിയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ടാവാം ഓരോരോ കാരണങ്ങളാൽ ആദ്യ രാത്രി വൈകുന്നത്. ദൈവമേ, ജോത്സ്യൻ പറഞ്ഞതനുസരിച്ച് 1 മാസം കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതിൽ കൂടുതൽ ഞങ്ങളുടെ ആദ്യ രാത്രി വൈകിപ്പിക്കരുത്. വിശാൽ സർ, സർ ദാ പാല് ചൂടുണ്ട്. ആദ്യ രാത്രി നീ പാലും കൊണ്ട് വരുന്നത് കൊതിച്ചിരുന്നവനാ ഞാൻ. ഇപ്പോ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.